കിണറുണ്ടല്ലോ ഇതിൻ്റെ ഒരു ആഴം ഇടക്കിടക്ക് നോക്കാറുണ്ടോ? വന്നിട്ട് കിണറിൽ ഞാനിപ്പോൾ നമ്മളിത് ഇതിലല്ല നമ്മൾ വീട്ടിൽ കൊടുത്തില്ലേ, പലപ്പോഴും തോന്നാറുണ്ട് ഇതൊന്ന് വന്നിട്ട് നോക്കണം. ഇടയ്ക്ക് തോന്നാറുണ്ട്, പക്ഷെ ഞാൻ വരാറില്ല. ഇതൊരു താഴ്ചയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച മുഴുവൻ ഇതിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത്. ഒരു ഭൂതകാല ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കിണർ മുരളിയേട്ടൻ്റെ ഒരു സ്വന്തം വീട്. ഇപ്പോൾ സ്വന്തമല്ല. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ കിണറും ഈ വീടും മുരളിയേട്ടനോട് വല്ലതും സംസാരിക്കുന്നുണ്ടോ, വല്ലതും ഓർമ്മപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവർ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ മുരളിയേട്ടൻ? അല്ല, അത് ഭയങ്കര ഇമോഷണലായിട്ട് സംഭവമാണ്. കാരണം അവസാനം കടന്നത് ഇവിടെ വന്നിട്ടാണ്, ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഈ വീട്ടിലായിരുന്നു, ഈ കിണറിലാണ് ഞാനെടുത്ത് ചാടിയത്. ഒരു വലിയ പ്രശസ്തമായൊരു ചാട്ടമായിരുന്നു അത്. 24-25 കൊല്ലം ആഴമുള്ള ഒരു കിണറിൽ. അന്ന് ആക്ച്വലി ഒരു കാരണം എന്തായിരുന്നു അത്, അങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ വൈഫായിട്ടും അച്ഛനായിട്ടും പ്രശ്നമായി. അപ്പോൾ ഞാൻ നാട്ടുകാരുടെ ഇടപെട്ടു, എന്നെ ഒന്ന് അടിച്ചു. അപ്പോൾ എനിക്ക് അവരാരും തോക്കാൻ പറ്റില്ല. അപ്പോൾ അവരടിക്കുന്ന എടുത്തു വന്നിട്ട് ഒരു അന്നേരമുള്ളൊരു പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോൾ അപകടം പറ്റിയിരുന്നു, അത്രയും ആഴമുള്ളൊരു കിണറാണ്. അപ്പോൾ അതുകൊണ്ട് എന്തോ ദൈവാധീനം കൊണ്ടൊന്നും പറ്റിയില്ല, കാലിന് ചെറിയ പ്രശ്നം ഉണ്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ കിണറിൽ വീണപ്പോഴും പെട്ടെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടായത് എന്താണ്? നമ്മൾ എങ്ങനെയൊന്ന് അതിൻ്റെ മുകളിൽ കയറണം എന്ന് വിചാരിച്ചു. അപ്പം നാട്ടുകാരിലൂടെ ഒന്ന് ഫയർഫോഴ്സ് വന്നിട്ട് എടുത്തു. ഒന്നുകൂടെ ചാടിയാൽ കൊള്ളാമെന്നുണ്ടോ? ചാടേണ്ട അവസരം വന്നാൽ ഇപ്പം ചാടി നോക്കിയാലോ എന്നൊരു ഇപ്പം തൽക്കാലം ചാടുന്നില്ല. ഇന്ന് വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് ഒന്നുമില്ല, ഞാനിവിടെ കയറ്റി അയക്കുന്നത് ടൈൽസ്. അതായത് ഒരു 10-32 രാജ്യങ്ങളിലുണ്ട്. ഇപ്പം കൊറോണയ്ക്ക് ശേഷം ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് പിക്കപ്പായി വരുന്നുണ്ട്. ടൈൽസ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ. എനിക്ക് കോഴിക്കോട് ഓഫീസുണ്ട്, പിന്നെ ഗുജറാത്തിൽ അന്ന് ഫാക്ടറി അവിടുന്ന് അവരായിട്ട് ടൈപ്പായിട്ട് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ ഫാക്ടറി ഉണ്ട്. അങ്ങനെ അവിടുന്ന് ടൈൽസ് എടുത്തിട്ട് കയറ്റി അയക്കുന്നു. അതിൽ എല്ലാവരും തെറ്റിദ്ധാരണ എനിക്ക് 22 രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ടെന്നോ. അതില്ല, 20,000 ജോലിയും കൊടുക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ മദ്യപാനത്ത് മാറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. അതാണ് പ്രജേഷ് സിനിമയെ കുറിച്ച് പറയുന്നത്. ഒരു മനുഷ്യനിങ്ങനെ മാറാൻ പറ്റുന്നത്. ഈ ജോലി കൊടുത്ത കൂട്ടത്തിൽ മുമ്പ് മദ്യപിച്ച ശീലമുള്ള ആളുകൾ, അങ്ങനെ അവർക്കൊരു ഒരു ജീവിതമാർഗ്ഗമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക തീരുമാനം അങ്ങനെ എടുക്കാറുണ്ട്? ജോലി കൊടുക്കുമ്പോൾ അല്ലെ ആളുകൾ എടുക്കുമ്പോൾ ഇത്തരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ അങ്ങനെ ജോലി ആർക്കും അങ്ങനെ കൊടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ കുറച്ച് സുഹൃത്തുക്കളുടെ ആർക്കും ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ. ഫാക്ടറി അത് ഗുജറാത്തിലാണ്. അത് എൻ്റെ ഫാക്ടറി അല്ല, അവിടുത്തെ ഫാക്ടറിയാണ്. ഞാൻ അവിടെ സാധനം എടുത്തിട്ട് എൻ്റെ ബ്രാൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്ത ഇപ്പോൾ ഈ ഒരു പഴയ കാലത്ത് ഈ ഒരു ഓർമ്മ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഒരു കാര്യം പറയാം. ഇന്ന് രാവിലെ 8 കാലമാകുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു. അപ്പോൾ കുറേ വട്ടം വിളിച്ചത്, ഞാൻ നമ്പർ സേവ് ചെയ്തില്ല. എൻ്റെ സുഹൃത്താണ്, പിന്നെ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത്, തളിപ്പുറം മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത്. ആളെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ രാവിലെ 8 മണിക്കാരെ വിളിച്ച് ഞാൻ ഇന്ന് അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ്. അയാൾ എന്നോട് പറയാം, എടാ ഞാനിപ്പോൾ 8 ദിവസമായി കുടിക്കാത്തത്, നിൻ്റെ സിനിമ 3 പ്രാവശ്യം കണ്ടു വന്നു. ഞാൻ പറയാ 8 ദിവസം. ഞാൻ പറഞ്ഞു ഇനി ഞാൻ കുറച്ച് കാര്യമുണ്ട് ഇവർ കുടിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് കുടിക്കാൻ തോന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും കൂടി വീഗാലാൻഡ് പോകുന്നു. ഇന്ന് നാളെ പോകും, വീഗാലാൻഡ് പോകുന്നു. ഞാൻ നീ പോയിട്ട് തിരിച്ച് എറണാകുളം ഞാൻ ഫ്ലൈറ്റ് ഉണ്ട്, അവിടത്തേക്ക് കയറുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ അവനൊരു ഒരു കാര്യം കൊണ്ട് പറഞ്ഞു, എനിക്കിപ്പോൾ കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുടിക്കാൻ തോന്നുമ്പോൾ എന്നോട് ഞാൻ നിൻ്റെ 2-3 ഇൻ്റർവ്യൂ അതെടുത്ത് കാണില്ലാന്ന്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ അതിലൊക്കെ എന്തായാലും എനക്കെന്നെ മനസ്സിലായില്ല. ഞാൻ എൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അവർക്ക് ഒരു മാറ്റം സംഭവമല്ലേ, ഭയങ്കര സംഭവമല്ലേ. അതുപോലുള്ള മറ്റനുഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ധാരാളം എഴുത്തുകളും ഇതൊക്കെ വരുന്നുണ്ടാവും, ഒരുപാട് എത്ര പിന്നെ മെസ്സഞ്ചറിനും ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. എന്താണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്? ഒരു ഉപദേശമാണ്. ഞാൻ അതിനല്ല ഞാൻ എൻ്റെ ക്ലബ് ഓഫ് റാഫിനോട് ചോദിച്ചു, പിന്നെ മുരളിയുടെ നമ്പർ പരസ്യം കൊടുത്തു. ഞാൻ ധൈര്യമായിട്ട് കൊടുത്ത പരസ്യം, കാരണം ഇങ്ങനെ കഷ്ടപ്പെടുന്നവർ എപ്പം വേണമെങ്കിൽ വിളിച്ചു വന്നു. പക്ഷേ അത് ചില ആൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ 4 മണിക്ക് 5 മണിക്കെല്ലാം സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നും വിളിക്കുന്നത്. പക്ഷേ അന്ന് മോഹൻലാലിനുണ്ടായ ഒരു പ്രയാസം പോലെ ഇപ്പോഴും 10 ഇരട്ടി. പിന്നെ ഇന്നലെ സുരേഷ് ബാലാജി സാറ്, അതായത് ലാലാട്ടൻ അളിയ എന്നെ വിളിച്ചു. ഞാൻ പിന്നെ ഒരു 8 കുറേ സമയം വിളിച്ചപ്പോൾ മൂപ്പർ വിളിക്കുന്ന സമയത്ത് ഞാൻ പ്രോഗ്രാം ഫോൺ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ലാലാട്ടൻ ബാലാജി വിളിച്ചു, ലാൽ സാറിൻ്റെ വൈഫ് സുചിത്ര ചേച്ചി വിളിച്ചു. ഇവരെല്ലാം വിളിച്ച് സിനിമ കണ്ടിട്ട് ഭയങ്കരം. ലാൽ സാറിൻ്റെ വൈഫിനോട് ചോദിച്ചു, അല്ല ഇത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് 20% സിനിമ കാണിച്ചിട്ട് പോകും. അപ്പോൾ അതെല്ലാം പിന്നെ അല്ലേ, പിന്നെ അവർ ബാലാജി സാറ് വിളിച്ചു, സുചിത്ര ചേച്ചി വിളിച്ചു. അതൊക്കെ ഭയങ്കര സംഭവമല്ലേ, നമ്മളെ സംബന്ധിച്ചൊക്കെ ഭയങ്കരമാണ്.
മോഹൻലാലിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്താൽ ഇല്ല കൊള്ളാം അങ്ങനെ സിനിമയിലൊക്കെ ഒന്നും നമ്മളങ്ങനെ അധികം കിടക്കുന്നത് ചലച്ചിത്ര നമുക്ക് ടൈൽസിൻ്റെ ബിസിനസ് മതി. ഓക്കെ. വേറെ മറ്റു ബിസിനസ്സുകൾ വേറെ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ടോ ഈ ടൈൽസിൻ്റെ അല്ലാതെ? ടൈൽസ് ഞാൻ അമേരിക്കയിലും കാനഡയിലും ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. അടുത്ത മാസം പോകുന്നുണ്ട്. പോയിട്ടാകുമ്പോൾ ഞാൻ ചിലപ്പോൾ അവിടെ നമ്മുടെ ജോസൂട്ടി മഠത്തിൽ നമ്മുടെ പിന്നെ വെള്ളം സിനിമേൻ്റെ പ്രൊഡ്യൂസറാണ്. ഈ ഒരുപാട് ബിസിനസ് മേഖലകളുണ്ടല്ലോ. ഇപ്പോൾ ഈ ടൈൽസ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വന്നെങ്ങനെ അത് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അൾട്രാടെക് ഡിസൈനർ രാജീവിനെ പരിചയപ്പെട്ടു ട്രെയിനിൽ അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തുന്നത്. ഒരു എക്സ്പോർട്ട് നമ്മൾ സ്റ്റാർട്ട് ഞാൻ ഷിഹാബുണ്ട്. ഇപ്പോൾ ഷിഹാബ് ഗ്രോഹയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഗ്രോഹ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് തന്നെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ട് എറണാകുളത്ത് ബിസിനസ്സാണ്. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഷിഹാബും കൂടി ഒരുമിച്ചാണ് പോയത്. ഷിഹാബ് ഇപ്പോൾ എറണാകുളത്താണ്. എൻ്റെ പിന്നെ ഇപ്പം എൻ്റെ നല്ലൊരു സുഹൃത്തുള്ള ഒരാളാണ്. അപ്പം പിന്നെ ഷിഹാബിന് പിന്നെ ജോലി പരിമിതികളിലോട്ട് ഷിഹാബ് എക്സ്പോർട്ട് നിന്ന് മാറിയിരുന്നു. അപ്പോൾ ഷിഹാബും കാരണം ഒരാളുടെ നിമിത്തമുണ്ട്. കാരണം ഷിഹാബ് എൻ്റെ കൂടെ വന്നുകൊണ്ടാണ് എക്സ്പോർട്ട് ഇങ്ങനെ ആവാൻ പറ്റിയത്. അത് ഷിഹാബ് നല്ലൊരു സുഹൃത്താണ്. ഇപ്പോഴും വിളിക്കും. ഭയങ്കര സ്നേഹം പുലർത്തണം. മദ്യപാനിയായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ മുരളിക്കൊന്നും വരുത്തുന്ന വ്യക്തി എന്താ ഉണ്ടാവില്ല. ഒരു സംശയമില്ല. ഒരു 6 മാസം കൂടി ഉണ്ടാവും ആ ഒരു അവസ്ഥയിൽ. അതിൽ കൂടുതൽ ഉണ്ടാവും. ഇപ്പോൾ ശരിക്കും ഇപ്പം ഈ വിദേശങ്ങളിലൊക്കെ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയി ഇപ്പം ചില രാജ്യങ്ങളിലേക്ക് ഇനി പുതുതായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഈ വിദേശ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ മദ്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു മദ്യം പലതരത്തിലുണ്ട്. പിന്നെ സോഷ്യൽ ഡ്രിങ്കേഴ്സുണ്ട്, ഒക്കേഷണൽ ഡ്രിങ്കേഴ്സുണ്ട്, എല്ലാവരും ഉണ്ട്. കാരണം അവരൊക്കെ മദ്യപിച്ചിട്ട് കൃത്യമായിട്ട് വീട്ടിൽ പോകും. പക്ഷേ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൽക്കഹോളിക് ഇല്ലതെന്ന് നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായിട്ടും കേരളത്തിനൊക്കെ ഒരുപാട് ആൽക്കഹോളിക് അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്പിലും അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗം. പക്ഷേ അവർക്ക് സംസ്കാരത്തിൻ്റെ ഭാഗമാണെങ്കിലും അതിലൊരുപാട് ആൽക്കഹോളിക്കാണ്. ഞാൻ ചോദിച്ചു വന്നത് ഈ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അപ്പോൾ ബിസിനസ്സിൽ പലപ്പോഴും വിദേശ രാജ്യത്തെ ബിസിനസ്സിൽ ഈ മദ്യം ഒരു പ്രധാന പങ്ക് വഹിക്കാറുണ്ട്. അപ്പോൾ അത്തരം ഈ മദ്യപാനം നിർത്തിയത് കൊണ്ട് അത് ബിസിനസ്സിൽ അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കമ്പൽഷൻ ഒരു നിർബന്ധം വരാറുണ്ടോ? മദ്യപിക്കാനുള്ള നിർബന്ധം വരാറുണ്ടോ? അങ്ങനെയാണ് വരാറുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കില്ല പറയും. ഞാൻ പറയട്ടെ നമ്മളിപ്പം നമ്മൾ മദ്യപാനം നിർത്തി വന്നിട്ട് നമ്മളെ ബാറ് സുഹൃത്തുക്കൾ എല്ലാവരും അതുപോലെ ഉണ്ട്. അവർക്കൊന്നും മാറ്റം ഉണ്ടാവില്ല. നമ്മളതിൽ നിന്നങ്ങോട്ട് മാറി നിൽക്കും. ഇപ്പം എമിറേറ്റ്സിൻ്റെ ബിസിനസ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിൽ പോകുമ്പോൾ കയ്യെത്തും ദൂരത്താൽ മദ്യം. ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ഫ്രിഡ്ജ് പറഞ്ഞാൽ മദ്യമാണ്. നമ്മൾ മാറി നിൽക്കും. അത്രേ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരത് ചോദിക്കുമ്പോൾ അവരോട് എങ്ങനെ പ്രതികരിക്കുക? ഞാൻ ചിരിച്ചുകൊണ്ട് വേണ്ട പറയും. അവർക്കറിയില്ല നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് കണ്ടിട്ടാണ് വരുന്നത്. പക്ഷേ ഉള്ളിൽ ആ ഒരു ചിരിയിൽ ശരിക്കും ഒരു വികാരമില്ലേ? ആ ഒരു മാറ്റത്തിൻ്റെ ആ ഒരു വികാരം അങ്ങനെ തന്നെ ചിരിയിലുണ്ട്. പക്ഷേ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയോ ഇങ്ങനെ ഒരു ഭൂതകാലം? ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുന്ന എല്ലാവരോടും പറയും. അങ്ങനെയല്ല പരിചയപ്പെട്ട ആളെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് മതി. അത് വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു കാര്യം. കാരണം എന്താ പറയുക, ഇത് പിന്നെ ഇതിലൊരാൾ നെഗറ്റീവ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ തുറന്നു പറച്ചിലിനെ ആരും എതിർത്തിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടമാവാതിരുന്നിട്ടില്ല. ഒരാൾ നെഗറ്റീവ് പറഞ്ഞു. പിന്നെ ചില ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ചില നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വരും. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യില്ല. പിന്നെ 1000 ലക്ഷം ആൾ പറയുമ്പോൾ ഒരാളുണ്ടാവില്ല മോശം പറയുന്ന ആൾക്ക്. പിന്നെ അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. ചില ഒന്ന് രണ്ട് പിന്നെ മെസ്സേജ് കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നത്. കാരണം അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇതേപോലെ ഉണ്ടാവും. അതാണ് അവരത് മനസ്സിലാക്കുന്നത്. അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇതേപോലെ ഉണ്ട്. അവരൊക്കെ രക്ഷപ്പെടാൻ്റെ വഴിയാണ് അവർ അവരെ പോലും രക്ഷപ്പെടാൻ പാടില്ലെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ മെസ്സേജ് അയക്കുന്നു. മദ്യപാനം ഇപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. മദ്യപാനികളായി ഒത്തിരി പേര് വിളിച്ച് എന്തെങ്കിലും ഉപദേശമൊക്കെ കൊടുക്കാനൊക്കെ ആ ഒരു ഉപദേശം കൊടുക്കാൻ ഞാനല്ലോ. ഞാൻ എൻ്റെ ജീവിതം വന്ന വഴികൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇങ്ങനെ വന്നു, നിങ്ങൾക്ക് ഇങ്ങനെ മാറാൻ പറ്റും, മാറുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ മനസ്സിലാണ്? ഒന്നുമില്ല. ഇപ്പം അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ട് ഇപ്പം നമ്മുടെ ബിസിനസ്സും കാര്യം പിന്നെ മാക്സിമം ഈ ഇതേപോലെ ആൾക്കാരെ സഹായിക്കുക. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കോഴിക്കോട് എല്ലാം ഇങ്ങനെ റോഡുമ്പോൾ കിടക്കുന്ന ആളുണ്ടെങ്കിൽ ഞാൻ വണ്ടി നിർത്തും. പിന്നെ ഞാൻ അവർക്ക് ഈശ്വര പൈസ ഇട്ട് കൊടുക്കും. എന്താണ് എനിക്കറിയാം, നാളെ അവർ ബോധം തരുമ്പോൾ അവരുടെ 5 പൈസ ഉണ്ടാവില്ല. അവർ വീട്ടിലെത്തിക്കോട്ടെ. എനിക്കറിയാം വിഷമം. കാരണം റോഡുമ്പോൾ കിടക്കുന്ന വിഷമം എനിക്കറിയില്ല. വരാനും അറിയില്ല. കുടിച്ച് കിടക്കുന്നുണ്ട്. ഈ ജീവിതത്തിലെ ആ ഒരു വളരെ തീവ്രമായൊരു മദ്യത്തിനോടുള്ള ഒരു ആസക്തിയിലുണ്ടായിരുന്നൊരു ഭൂതകാലത്തിൽ നിന്നൊരു വഴിത്തിരിവ്, അത് നമ്മൾ സിനിമയിൽ കണ്ടു കഴിഞ്ഞു. ആ വഴിത്തിരിവുണ്ടായിരുന്നു. അത് ഒരു യഥാർത്ഥ ജീവിതത്തിൽ ആക്ച്വലി എന്തായിരുന്നു സംഭവിച്ചത്? ഇതിൽ നിന്നൊരു മാറ്റത്തിലേക്ക് വന്നതിൻ്റെ 2 പ്രധാനപ്പെട്ട 2 അനുഭവങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒന്ന് അമ്മയുടെ ഒരു സ്വാധീനം. അമ്മ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞിട്ട് പോയത്. പിന്നെ തിരിച്ചു വന്നത്. പിന്നെ മരുമകൻ ഒരു ഭക്ഷണമായിട്ട് വന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സിനിമയിലോ വളരെ ടൈൽസിൻ്റെ കമ്പനി ജോലി ചെയ്തു. അങ്ങനെ ആ ഫീൽഡിലേക്ക് വന്നു. പിന്നെ അങ്ങ് എക്സ്പോർട്ട് ചെയ്തു. ശേഖർ ഭായി സഹായിച്ചു. പിന്നെ മദനി മുഹമ്മദ് മദനി, ഞാൻ മദനിനെ കുറിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മദനി സഹായിച്ചു. അങ്ങനെ ഞാൻ പോകുമ്പോഴൊക്കെ മദനിൻ്റെ കത്തുള്ള ഷോപ്പിലൊക്കെ പോകുമ്പം അവർ ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്താൽ മാത്രമല്ല, നമ്മളവിടെ പോകുന്ന വരുമ്പോൾ അവിടെ ഹോട്ടലും വലിയ റൂമിലും ബുക്ക് ചെയ്തിട്ടുണ്ടാവും.
ഈ കോഴിക്കോടേക്കുള്ള ഒരു 2.5 മണിക്കൂർ യാത്രയെ കുറിച്ചിട്ട് അതെ ആ പറയുന്നത് യാത്രയിലാണ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എന്താ ചിന്തിച്ചത് ശരിക്കും? അല്ല ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ എല്ലാവരും കുറ്റം കണ്ടെത്തും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മദ്യപാന സ്വഭാവം ബാക്കിയുള്ളവരുടെ തേച്ച് കുറ്റം പറയാനാണല്ലോ. നമ്മൾ ശരി ബാക്കിയെല്ലാം മോശമാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ലാസ്റ്റ് എല്ലാം അവസാനിക്കുന്നിടയ്ക്ക് നമ്മൾ മധ്യവർഷം. ഞാനിങ്ങനെ ചിന്തിക്കും അയാൾ ഭയങ്കര മോശമല്ല, പക്ഷെ അയാളായിട്ട് എന്താ പ്രശ്നം ഉണ്ടാവുക, അതിങ്ങനെ ചിന്തിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ വെള്ളടിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻസൾട്ട് ആണോ ഒരു ശരിക്കും ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആളെ ഇൻസൾട്ട് പിന്നെ ഒരുപാട് ഇൻസൾട്ട് ആയിട്ടുണ്ട്. കാരണം ഒരു കല്യാണം വീട്ടിൽ പോയാലോ ബന്ധുക്കളെ വീട്ടിൽ പോയാലോ ഒരു വില ഉണ്ടാവില്ല. എന്തെങ്കിലും ഭയങ്കര ഭയങ്കര അവഗണന നമ്മൾ ഭയങ്കരമായ അവഗണന അത് ഒന്നും ഉണ്ടാവില്ല. അത് പിന്നെ അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. അത് അനുഭവിച്ചൊരിക്കൽ മനസ്സിലാവില്ല. എപ്പോഴെങ്കിലും ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നിർത്തണം എന്നുള്ള ചിന്തയോടുകൂടിയാണോ മദ്യപിച്ചുകൊണ്ടിരുന്നത്? നിർത്തണമെന്ന ചിന്തയിൽ എപ്പോഴെങ്കിലും ഉണ്ട്. ബോധം വരുമ്പോൾ പേടിയും ഭയമെല്ലാം. പിന്നെ അന്നേരം വേഗം കുടിച്ചിട്ട് വേഗം മേക്കപ്പ് ആക്കും. രാവിലെ ഒരു പെഗ് അടിക്കാണ്ട് ഉഷാറാവത്തില്ലെന്നൊരു ഇതുണ്ടായിരുന്നല്ലേ? പുറത്തിറങ്ങി എങ്ങനെ ഒരു പെഗ് അടിക്കണം നിർബന്ധമാണ്. നാട്ടിലുള്ള ഈ ആക്ടിവിറ്റികളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാറില്ല? ഞാൻ പൊതുവേ എല്ലാവരായിട്ടും നല്ലൊരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. സാമൂഹ്യ സേവനമായിട്ട് ഇപ്പം കല്യാണ വീടുകളിൽ ഇങ്ങനെ സ്ഥലത്തൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഉണ്ടാവും. നേരത്തെ ഞാൻ മുമ്പത്തെ ആ കല്യാണം കാവാൻ കാത്തു നിൽക്കും. 2 കിട്ടുമല്ലോ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മുരളിയേട്ടൻ്റെ ചില വിശേഷങ്ങളാണ് നമ്മൾ അല്പം മുമ്പേ നമ്മൾ കേട്ടത്. മുരളിയേട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 1-2 വ്യക്തികളെ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഈ മുരളിയേട്ടൻ്റെ സഹധർമ്മിണിയാണ്, ഭാര്യയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് മുരളിയേട്ടൻ്റെ ഒരു ജീവിതത്തിലെ സംഭവങ്ങൾ ഇനി അവരിൽ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. മുരളി എന്ന് പറയുന്ന ഒരു വ്യവസായി, ഇപ്പോൾ ഒരു സിനിമക്ക് ആധാരമായിട്ടുള്ളൊരു വ്യക്തി, ലോകം മുഴുവൻ അറിയപ്പെടുന്ന മുരളി. ആ മുരളിയേട്ടനെ കുറിച്ച് അമ്മക്ക് ഇപ്പോഴെന്താണ് തോന്നുന്നത്? അപ്പം നല്ല അഭിമാനം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യവസായ വളർച്ചയിലാണോ അല്ല അദ്ദേഹം ആ മദ്യപാനം നിർത്തിയത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ആ ഒരു അഭിമാന ബോധം തോന്നുന്നത്? അഭിമാനം തോന്നുന്നു വെച്ചാൽ മദ്യപാനം നിർത്തി, പിന്നെ അവൻ്റെ ഭാര്യയും മക്കളെയും നോക്കുന്നുണ്ട്, പിന്നെ സമൂഹത്തിലെല്ലാം അവൻ നല്ലൊരു വിലയുണ്ട്. അങ്ങനെ നല്ലൊരു മാറ്റം തന്നെയാണ് വന്നത്. നേരത്തെ ഇല്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിലൊരു അവൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ, മറ്റൊരാൾ തിരിഞ്ഞു നോക്കിയില്ല. അന്ന് തിരിഞ്ഞു നോക്കുന്നവരുണ്ടായിരുന്നു. അവൻ്റെ സ്നേഹിതന്മാർ 2-3 ആളുണ്ട്. അവരന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അമ്മയുടെ ഒരു പങ്ക് എന്തായിരുന്നു ശരിക്കും മുരളിയേട്ടൻ്റെ ഒരു മാറ്റത്തിന് എന്ന് പറഞ്ഞാൽ ഇവൻ എങ്ങനെയാ മാറുക എന്നുള്ളൊരു ഇതായിരുന്നു. എങ്ങനെയാ മാറണ്ടേ, എങ്ങനെയാ ഇവനെ നന്നായി കിട്ടണ്ട്, എങ്ങനെ അച്ഛനും ഞാനും പോകാത്ത ജ്യോത്സ്യന്മാരില്ല, പോകാത്ത അമ്പലങ്ങളില്ല. അമ്പലമൊക്കെ പ്രധാനപ്പെട്ട സ്ഥലമായിരിക്കും. അതെ, ദിവസം നമ്മൾ രാവിലെ എണീച്ചമ്പലത്തിൽ അങ്ങനെ എന്താ പറയണ്ടേ. വഴി പറഞ്ഞു കൊടുത്തത് അവർ 200 രൂപ കൈ കൊടുത്തിട്ട് ഡോക്ടറെ പോയി കാണാന്ന് പറയുന്നത് അവിടെ ശരിക്കും ഒരു വഴിത്തിരിവ് ഉണ്ടാവുന്നത്. അത് ലാസ്റ്റ് അവസാനം. പക്ഷെ ആ സിനിമ കൊണ്ടുപോയ ആളുകൾ അത് പ്രധാനമായിട്ട് പറയുന്നത് ഈ മദ്യപാനികൾ ഉപദേശിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, പക്ഷെ അവർക്ക് വഴികാട്ടി കൊടുക്കാൻ ആളുകളില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുരളിയേട്ടനൊരു വഴി കാട്ടി കൊടുത്തതിൽ പ്രധാനപ്പെട്ട 1-2 ആളുകളുണ്ട് കുടുംബത്തിൽ തന്നെയുള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വലിയൊരു മാറ്റം ഉണ്ടായാലൊരു വഴികാട്ടി കൊടുത്തൊരു വ്യക്തി ഒന്ന് അമ്മ, ഭാര്യ, പിന്നെ നമ്മുടെ മറ്റു കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വഴി അമ്മക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തോന്നിയത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് അയക്കാനുള്ളത്? എങ്ങനെയാണ് തോന്നുന്നത് വെച്ചാൽ ഇവൻ എങ്ങനെ നോക്കിയാലും ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെയായി ലാസ്റ്റിൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനുണ്ട് കാഞ്ഞങ്ങാട്. എന്നിട്ട് അവനോട് പോയി പറഞ്ഞു, ഞാൻ എന്താ വേണ്ടത്, ഒരു രക്ഷയില്ല. അന്നേരം പറഞ്ഞു, ചേച്ചി ഒന്നും വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഈ ഡോക്ടറെ പരിചയപ്പെട്ട്, അവൻ്റെ ഫ്രണ്ടാണ് ഡോക്ടർ. അല്ല, എൻ്റെ ആങ്ങളെയാണ് സന്തോഷ്. അപ്പോൾ അവൻ ഈ ഡോക്ടറെ കൂട്ടുകാരനാണ്. അപ്പം അങ്ങനെ ഡോക്ടറായിട്ട് വിളിച്ചു ചോദിച്ചു. അന്നേരം പറഞ്ഞു, സന്തോഷ് എന്ന പേര്, സന്തോഷമൊന്നും വിഷമിക്കണ്ട, നീ അവനെങ്ങ് വിട്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷ് മുഖാന്തരം ഡോക്ടറെ അടുത്ത് ഇവനെ പറഞ്ഞയച്ചു. അങ്ങനെ ഇവനെ പറഞ്ഞയച്ച് ഇവൻ കുറച്ച് ദിവസം ഡോക്ടറെ അടുത്ത് നിന്നു. ഡോക്ടർ നല്ലോണം നോക്കി. അങ്ങനെ ആയിട്ട് ഇവൻ കുറച്ച് ദിവസം അവിടെ നിന്ന് പിന്നെയും മുങ്ങി. ലാസ്റ്റ് തിരിച്ചിങ്ങോട്ട് വന്നു. തിരിച്ചിങ്ങോട്ട് വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് സന്തോഷിനെ വിളിച്ച് പറഞ്ഞു, പിന്നെ മുരളി അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്,
എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഇവൻ വിളിച്ച് നമുക്ക് വിവരം തന്നു, ഇങ്ങനെ പിന്നെ ജയം മുങ്ങിയിട്ടുണ്ട്, എപ്പോൾ വരുന്നെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാനും അച്ഛനും കിയാറ്റൂർ ഈ വീടെല്ലാം വിറ്റിട്ട് കിയാറ്റൂർ വീട്ടിൽ താമസിക്കുവാണ്. വീട് വിൽക്കേണ്ടി വന്നതിന് വീട് വിൽക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ ഇവൻ പണിക്ക് പോകില്ല. ഇവൻ പണിക്ക് പോകില്ല. അച്ഛനും മോനും എപ്പോൾ ലഹളയാന്ന് വീട്ടിൽ. ലഹളയെന്ന് വെച്ചാൽ നമുക്ക് കിടന്നുറങ്ങാൻ സൗകര്യമില്ല. അങ്ങനെ ഒരു ലഹളയായിട്ട് വയ്യ. അവസാനം പറഞ്ഞു, ഓൻ വീട് വിറ്റാലെങ്കിൽ നന്നാവുമെങ്കിൽ നമുക്ക് വീട് വിൽക്കാം. അങ്ങനെയാണ് വീട് വിൽക്കുന്നത്. പ്രിയപ്പെട്ട ഈ ഒരു വീട് അന്നേരം ഞാൻ ആവുന്നിടത്തോളം അച്ഛനോട് പറഞ്ഞു വിൽക്കണ്ട, എന്നുവെച്ചാൽ നമ്മളെ ഒരു ഭാവി പോകുന്നതാണ്, വിൽക്കണ്ട എന്ന് പറഞ്ഞു. വിറ്റാലെങ്കിൽ ഇവൻ നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓഹരി വേണം, വിറ്റിട്ട് ഇവൻ ഓഹരി വേണം. ഈ വിറ്റിട്ട് അന്നേരം അച്ഛൻ പറഞ്ഞു കടം ഉണ്ടായിരുന്നു കുറച്ച് ബാങ്കിൽ, അപ്പോൾ ആ കടവും തീർത്തിട്ട് നമുക്ക് ഇവർക്ക് ഓഹരി കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കടം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ബാങ്കിൽ പോയാൽ ആടെ ഇങ്ങനെ കയ്യൊപ്പിട്ട് കൊടുക്കണം ലാസ്റ്റ് കടം തീർക്കുമ്പോൾ. അപ്പോൾ അച്ഛനെന്ത് പറഞ്ഞു എന്നോട്, ഒരു കാര്യം ചെയ്ത് ഇതിൻ്റെ കൈ കാണിച്ചിട്ട് മോനോട് പറ നമ്മളിത് വിറ്റു എന്ന് പറ, ഇത് പങ്ങളം പേർക്കാക്കിയെന്ന് പറ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിറ്റിട്ട് നമ്മളിത് ചെയ്തിട്ട് വരുമ്പോൾ ഇവൻ ഉണ്ടായിട്ട് ഇരിക്കുന്നു. എന്നിട്ട് ഇവനോട് പറഞ്ഞതാ വീട് വിറ്റു, കണ്ട ആർക്കാ കൊടുത്തു? ഞാൻ പറഞ്ഞു നമുക്ക് കുഞ്ഞുമോക്ക് കൊടുത്തു. കുഞ്ഞുമോളെന്നാ പറയാം, ചെറിയ മോളാ. കുഞ്ഞുമോക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഇവൻ്റെ കണ്ണുമുഖെല്ലാം മാറി, കൊടുത്തു എന്ന് പറയുമ്പോൾ മാറി. അങ്ങനെ ലാസ്റ്റിൽ അവ കൊടുത്തിട്ടൊന്നുമില്ല നമ്മൾ, പക്ഷെ ഇവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞാന്ന്. അങ്ങനെ ഈ വീട് വിൽക്കാൻ വെച്ചു. വീട് വിറ്റിട്ട് എല്ലാവർക്കും ഷെയർ കൊടുത്തു. മൂത്തോക്ക് അവിടെ അപ്പുറം 5 സെൻറ്റ് സ്ഥലം കൊടുത്തു. ചെറിയോക്ക് 2 ലക്ഷം ഉറുപ്പ്യയും കൊടുത്തു. ഇവനും 2 ലക്ഷം ഉറുപ്പ്യ കൊടുത്തു. ഇവൻ എങ്ങനെയാണ് 2 ലക്ഷം കൊടുത്തതെന്ന് വെച്ചാൽ ഇവന് കുറേ കടങ്ങളുണ്ടായിനി, ഓരോന്നിനും വാങ്ങിയത്. അതെല്ലാം തീർത്തിട്ട് ബാക്കി ഇവൻ്റെ കൈമ കൊടുത്തു. ഇവൻ്റെ കൈമ കൊടുത്തു. അങ്ങനെ ഇവളെ പൊന്നാണെങ്കിൽ മുഴുവൻ നശിപ്പിച്ചു. ഇവളെ വീട്ടിലുമായി വിൽക്കുമ്പം ഇവളുമില്ല, ആരുമില്ല. ഇവനൊരു ആരുമില്ലാത്തൊരവസ്ഥയായി. വീടും വിറ്റ് ഇവൻ്റെ യാതൊരു ഗതിയില്ല. എന്നിട്ട് നമ്മൾ പങ്ങളെ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ഓഹരി കിട്ടിയതിനെ കൊണ്ട് ഇവൻ എന്ത് ചെയ്തു, മോളെ ഭർത്താവ് പറഞ്ഞു അമ്മയച്ഛനെവിടെയെങ്കിലും നിൽക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീട് എടുത്തിട്ട് തരാമെന്നിട്ട് അവനവിടെ വീടാക്കി. ചെറിയൊരു വീട് വിൽക്കുമ്പം വാങ്ങി ഞാനും അച്ഛനും അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് പോയിട്ട് വരുമ്പോൾ ഇവൻ അടുത്തേക്കാണ് വന്നത് ലാസ്റ്റിൽ. ഈ 2 ലക്ഷം രൂപ അതെല്ലാം കളഞ്ഞു. അതിലെങ്ങനെയാണ് പോയെന്ന് അവനും അറിയില്ല, നമുക്കും അറിയില്ല. എന്ന് വെച്ചാൽ കുറേ കടം വീടി. പിന്നെ അങ്ങനെ ഇങ്ങനെ ഓരോരിക്കും മദ്രാസ് പോകുന്നു, ഓരോരിക്കും അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛനോട് വാങ്ങി ആ 2 ലക്ഷം പോയത്. 2 ലക്ഷം അല്ല, ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ. ബാക്കി ഇവൻ്റെ കടെല്ലാം തീർത്തു. അങ്ങനെ ഈ പൈസ എങ്ങനെയാണ് പോയതെന്ന് അറിയില്ല. പെട്ടെന്ന് ആ തീർത്തു, 2 ലക്ഷം ഉറുപ്പ്യ അങ്ങ് തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കിയാറ്റൂർ നിൽക്കുമ്പോൾ ഇവൻ ഒരു ദിവസം രാത്രി വന്നിട്ട്, അതിന് മുമ്പേ ഇവൻ അസുഖമല്ല ആയിട്ട് വരുമെല്ലാം ചെയ്തു. ലാസ്റ്റിൽ വരുമ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി ഇവിടെ കയറ്റാൻ പറ്റില്ല പറഞ്ഞു, വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ 2 ആളെ നടക്കും ഞാൻ പെട്ടെന്ന് വെച്ചാൽ എനിക്ക് ഇവനെയും കളയാൻ കഴിയില്ല, അച്ഛനെയും കളയാൻ കഴിയില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു എനിക്ക് നിൻ്റെ മോനെ കയറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇങ്ങനെ പറയുമ്പോൾ ഇവൻ ഒരു വല്ലാതെ വിഷമായി. എന്നിട്ട് ഇവൻ അവസാനം നല്ല മഴയും, കർക്കിടക മാസവും നല്ല മഴയും. അങ്ങനെ ഇവൻ ഇറങ്ങിപ്പോയിട്ട് ഇവൻ പോകുന്നത് വരുന്നതല്ലാതെ നമുക്ക് വല്ല മനസ്സഭാവം ഉണ്ടാ. അങ്ങനെ ഇവൻ അങ്ങ് പോയി. പിന്നെ അച്ഛനും വിഷമമുണ്ട്, പക്ഷേ ഇവൻ എങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്നല്ല ഒരു ഇല്ലാന്ന്. അങ്ങനെ ഇവൻ ഇറങ്ങിപ്പോയി. പിറ്റേന്ന് എന്നോട് പറഞ്ഞു നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നമ്മൾ ഗായത്രിൻ്റെ അടുത്ത് പോവാം, 2 ദിവസം നമുക്ക് അവിടെ പോയി നിൽക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വാതിലും കൂട്ടിയിട്ട് ഇവളുടെ അടുത്തേക്ക് വന്നു. ഇവിടെ വന്ന് അന്ന് കഴിഞ്ഞ് പിറ്റേന്ന് പാലും കൊണ്ടൊരു നിങ്ങളിലെ കൂടെ പോലുണ്ട്. എന്നിട്ട് അവർ വിളിച്ചിട്ട് എന്നോട് നോമനേച്ചി കുണ്ടപ്പന ഇവനെ വിളിക്കല് നാട്ടിലറിയപ്പെടുന്ന റോമന പേര് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ കുണ്ടപ്പനുണ്ട് അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചേടാന്ന്, നിങ്ങൾ വിറ്റ വീട്ടിലുണ്ട്, കുണ്ടപ്പൻ അറിയത്ത് കിടക്കുന്നുണ്ട്, ഈ വീട്ടിൻ്റെ അറിയത്ത് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതും കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമായിട്ട് ഞാൻ വന്നിട്ട് ഇവനോട് ചോദിച്ചു നീ എന്തിനാ ഇവിടെ ഒന്ന് കിടക്കുന്നു, നമ്മൾ വിറ്റ വീടല്ലേ, അവരറിഞ്ഞിട്ടെങ്കിൽ ഭയങ്കര വിഷമായിരിക്കും, അതുകൊണ്ട് നീ ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു. എന്നിട്ട് ഞാൻ എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, നീ എവിടെ പോകേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനങ്ങ് പോയി. ഇവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാകും. അല്ല, അതിന് മുമ്പേ ഉള്ള ഈ മദ്യപാനായിട്ട് മുരളിയേട്ടൻ നടക്കുന്ന ഒരു കാലത്തും ഈ വീടിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു വൈകാരികമായിട്ടുള്ളൊരു ഇത് നേരത്തെ നന്നായിട്ടുണ്ടായിരുന്നു. ഈ വീടിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അവൻ എവിടെ പോയാലും വരുന്നത് ഇവിടത്തേക്ക് തന്നെയല്ലേ, എവിടെ പോയാലും എങ്ങനെയെല്ലാം കളിച്ചാലും ലാസ്റ്റിൽ വരുന്നത് വീട്ടിലേക്ക് തന്നെ. അന്നേരം ഇവനും മദ്യപിച്ചിട്ട് വരുമ്പോൾ അച്ഛനും മോനും കൂടെ ലഹളിയായി. പിന്നെ അന്ന് ഉറക്കുണ്ടാവില്ല. അങ്ങനെ കുറേ അനുഭവിച്ചു അച്ഛനും മോനുമായിട്ടുള്ള ലഹളി. പിന്നീട് രണ്ടാമത് ഡോക്ടറെ അടുത്ത് പോയോ? പിന്നെ തിരിച്ചിട്ട് രണ്ടാമത് ഇവൻ ഇവിടെ വന്ന് കിടന്നല്ല, അറിയത്ത് വന്ന് കിടന്ന്. പിന്നെ എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു എൻ്റെ അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞു.
എന്ത് ചെയ്യാനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പിറ്റേന്ന് ഞാൻ വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ കിടന്നാൽ ശരിയാവില്ല പറഞ്ഞു. അപ്പോൾ അതിലിടക്ക് ഇവൻ വിളിച്ചു പറഞ്ഞു, സന്തോഷം വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അവൻ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ് ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, സന്തോഷം ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം ചേച്ചി ഒന്നും വിഷമിക്കണ്ട, അങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞയച്ചേ, ബസ്സിൻ്റെ പൈസ മാത്രം കൊടുക്കണം, എന്നിട്ട് പറഞ്ഞയച്ചേ വന്നു. അങ്ങനെ ഇവൻ പറഞ്ഞു ഞാൻ പോകില്ല, അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്തതെന്ന് സ്ഥലം, നീ പോയിട്ട് അയാളെ കാല് പിടിക്കും. ഒറ്റക്കന്നെയാണ് പോയത്. ഇവിടെ വന്ന് അപ്പോഴത്തേക്ക് ബാഗെല്ലാം പോയി, ബാഗിൻ്റെ സിബൊന്നുമില്ല. ദയനീയ ഒരവസ്ഥയാണ് ആ സമയം. ഇവളും ഇല്ല, പിള്ളേരും ഇല്ല. അതിലിടക്ക് നമ്മൾ ഇവളെ പോയി നോക്കും. ഇവള് പോയെങ്കിലും കൂടെ ഇവളെ വീട്ടിൽ പോകും, മക്കൾക്ക് വേണ്ടുന്ന കൊടുക്കും. അങ്ങനെ അവൻ അറിയാണ്ട് നമ്മൾ ഈ കുഞ്ഞക്ക് എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ നേർച്ചകൾ ഞാൻ പലതും കൂട്ടിയിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഇവൻ അറിയാണ്ട് നമ്മൾ ഓരോരോ അമ്പലങ്ങളിൽ പോകും, നേർച്ചകൾ കഴിക്കും. അങ്ങനെ അങ്ങനെ അതൊന്നും ഇവൻ അറിയില്ല, എൻ്റെ മോൻ അറിയില്ല. ഇടക്കിടക്ക് അമ്പലങ്ങളിൽ പോകുന്ന അതൊന്നും മോൻ അറിയില്ല. മുരളിയേട്ടൻ്റെ ഒരു ഭക്തി എങ്ങനെയായിരുന്നു? ഭക്തി ഉണ്ട്, പക്ഷെ അതാരെയും പ്രകടിപ്പിക്കൂല, അങ്ങനെ കാണിക്കൂല. ലാസ്റ്റിൽ ഡോക്ടറെ അടുത്ത് ഇവൻ തന്നെ പോയി. പിന്നെ അയാൾ പിടിച്ചു നിർത്തി. പിന്നെ നമ്മളോട് പോകാൻ പറഞ്ഞു. അവിടെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആക്കുമ്പോൾ നമ്മളോട് പോകാൻ പറഞ്ഞു. ഞാനൊരാഴ്ച നിന്നു. പിന്നെ ഇവളെ വിളിച്ചു. ഇവളെ വീട്ടുകാർ വിടൂല, ഒരു അച്ഛൻ പറഞ്ഞു പോകണ്ട പറഞ്ഞു. അനുഭവങ്ങൾ അമ്മയെ പോലെ തന്നെ മുരളിയേട്ടൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇതാക്കിയ ഒരാൾ ചേച്ചി. അപ്പം ആ ഒരു ഘട്ടത്തേക്ക് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ചാൻസ് കൊടുത്ത ആളും ചേച്ചി തന്നെയാണ്. അപ്പം എന്താ ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നത്? ലാസ്റ്റ് ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പോയത്, കുട്ടികളെയും കൂട്ടിയിട്ട്. അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് വിടൂലെന്ന് പറഞ്ഞു. മോന് 2.5 വയസ്സും അച്ഛനും അമ്മയും മോന് 2.5 വയസ്സും മോക്ക് 1.5 വയസ്സുമാണ്. അപ്പോൾ ചെറിയ കുട്ടികളെയും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനിതും കൂടി നോക്കിയിട്ട്. അല്ല, അങ്ങനെ ഒരു തോന്നൽ വരാം. ഇപ്പോൾ ലാസ്റ്റ് ചാൻസ് എന്നുള്ളൊരു തോന്നൽ വരാൻ കാരണം എന്താ? ലാസ്റ്റ് ചാൻസ് എന്ന് ചിന്തിക്കാൻ കാരണം എന്താ? എന്താണെന്നറിയില്ല. അതിന് മുമ്പേയും കുറേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ആ സമയത്തൊക്കെ തോന്നാതിരുന്ന ഒരു തവണ കൊടുത്തേക്കാം. ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷ തോന്നി. പിന്നെ അവിടെ എത്തിയാലും ഞാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ മദ്യപാനം നിർത്താൻ ഭാര്യമാർ. അവരോട് ഞാൻ പറഞ്ഞു ഇതും കൂടെ ഞാൻ നോക്കൂലു. പിന്നെ അവരോടൊക്കെ സംസാരിച്ചു. കുറേ ആളുകളോട് നമ്മളൊന്നിച്ച് ശരിക്കും സിനിമയിൽ മടങ്ങി വരുന്നുണ്ട്, നിന്നിട്ടുണ്ട് ഞാൻ അടുത്ത് പോകുന്നുള്ള രീതിയിൽ. പക്ഷെ ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയായിരുന്നു, കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഒന്നിച്ച് തന്നെ വന്നു. അപ്പം അങ്ങനെ ഒരു വലിയ ചേഞ്ച് അവിടുന്ന് ആ കാഞ്ഞങ്ങാടിലെ ആശുപത്രിയിൽ നിന്നാണ് ഒരു വലിയ കോഴിക്കോടിലെ ആശുപത്രിയിൽ നിന്നാണ് ഒരു വലിയ മാറ്റം അങ്ങനെ ഉണ്ടായത് അല്ലേ? കോഴിക്കോട് നിന്ന് ഒരു ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഇവരെ തളിപ്പറമ്പിലേക്ക് കൂട്ടണ്ട, ഇവർ കോഴിക്കോട് തന്നെ എവിടെയെങ്കിലും ഒരു താമസിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഡോക്ടർ തന്നെ വീടെല്ലാം, ഡോക്ടറാന്ന് ഇവനാന്നറിയില്ല, അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ ഇവിടുന്ന് അച്ഛനും അമ്മയും കൂടെ നമ്മൾ പോയി. ഇവിടെ അമ്മയും വന്നു. അവിടെ എല്ലാവരെയും എല്ലാവരെയും അവിടെ നിർത്തിയിട്ട് പിറ്റേന്ന് നമ്മൾ വീട്. എത്ര സമയം ഉണ്ടായിരുന്നു അവിടെ ശരിക്കും ഇത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്? അവിടെ കോഴിക്കോട് എത്ര കാലം അവിടെ ഉണ്ടായിരുന്നു ചികിത്സയിൽ? ഒരു മാസം ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആൾ പൂർണ്ണമായിട്ട് മുരളിയേട്ടൻ്റെ മുരളിയേട്ടനെ വ്യത്യസ്തനാക്കുന്നത് ഒരു പക്ഷേ നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പഴയ കാലം ഉണ്ടല്ലോ, ഒരു ഭൂതകാലം. അത് പിന്നെ നമ്മളൊരു പ്രത്യേക ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആരും അത് ഓർക്കാൻ ഇഷ്ടപ്പെടില്ല, അല്ല ആരും ഒന്നും പറയില്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പല വലിയ തലങ്ങളിലേക്ക് വലിയ ഉയർന്ന നിലക്ക് പോയ ആളുകളൊക്കെ അവരുടെ പഴയകാലം വിസ്മരിച്ചിട്ട് ആ പഴയ നാട്ടിൽ നിന്ന് തന്നെ മാറിയിട്ട് അതൊന്നും കൊണ്ടുപോകാത്ത ആളായിരിക്കും. പക്ഷേ ഇദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്ന ഒരു പക്ഷേ നമുക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു തുറന്നു പറച്ചിലാണ് അല്ലേ? അദ്ദേഹം ജീവിതത്തിൽ ആരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന, മൂടി വെക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ലോകത്തിനോട് വളരെ യാതൊരു സങ്കോചമില്ലാതെ നിർഭയത്തോടു കൂടി വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു കുടുംബം എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോഴും അതിനെങ്ങനെ നോക്കി കാണുന്നത്? ഇപ്പോൾ ആളുകൾ ഇപ്പോഴും അറിയപ്പെടുമ്പോൾ എപ്പോഴും മുരളിയേട്ടൻ്റെ മദ്യപാനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ എപ്പോഴും ഒരു ചർച്ച വരുന്നത്. അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊന്നും ചർച്ച ചെയ്യാനില്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടില്ല, എപ്പോഴും ഇതാ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ അതൊരു തുറന്നു പറച്ചിലിൻ്റെ രീതിയിലേക്ക് പോകുമ്പോൾ കുടുംബം, അമ്മ, ഭാര്യ, കുട്ടികളൊക്കെ അവർക്കുള്ള ഒരു വികാരം തന്നെ ആക്ച്വലി അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാറ്റത്തിൽ നിങ്ങൾക്ക് അത് അപ്പോൾ തുറന്നു പറച്ചിലൊരു അഭിമാനമാണ് തോന്നുന്നത്, അല്ല അത് വേണ്ടായിരുന്നു എന്നുള്ള തോന്നലുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? അങ്ങനെയില്ല, ഇപ്പം മദ്യപിക്കുന്നില്ലല്ലോ എന്നില്ല. 12 വർഷമായില്ലേ നിർത്തിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി മദ്യപിക്കൂല. അതൊരു ഉറച്ച വിശ്വാസമാണ്. ഒരു കാരണവശാലും അദ്ദേഹം ഇനി പഴയയിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ
ഇത് കണ്ടിട്ട് കുറച്ച് ആൾക്കാർക്ക് നിർത്താൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും അത് ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് മുമ്പേ തന്നെ മുരളിയേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ പോലും നടന്നൊരു സംഭവത്തിനെ കുറിച്ചിട്ട്. അപ്പം നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സമയത്തിന് കൈകാര്യം ചെയ്യുന്ന കാര്യം ചോദിക്കാറുണ്ടോ? ഫ്രണ്ട്സ് എല്ലാം ഫോൺ വിളിച്ച് ചോദിക്കും, നീ ഇങ്ങനെ മദ്യപിക്കുന്ന ഭർത്താക്കന്മാരെ അല്ല അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഈ നടന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും മാറ്റി നിർത്തുന്ന ഒരു അവഗണിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിൽ ചോറ് കൊണ്ടു കൊടുത്തൊരു മരുമോനെ കുറിച്ച് ഒരുപാട് തവണ മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇവിടെ ഈ ഇറയത്ത് വന്ന് കിടന്നു പറഞ്ഞില്ലേ, അന്നേരം ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് ഈ ഇറയത്ത് കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വന്ന് നോക്കി. രാത്രി നമുക്ക് അതിഥികൾ കാണണം, എവിടെയും കണ്ടിട്ട്. ആരും മരുമോന്റെ പേരെന്താ? വിഷ്ണു. അപ്പോൾ നമുക്ക് വിഷ്ണുവിനെയും കൂടി എന്നാലും കാണണം. വിഷ്ണു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മുടെ സിനിമ കുറച്ചും കൂടി നാടകീയമായിട്ട് അവതരിപ്പിക്കും. പക്ഷേ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു 2 സംഭവമായിരുന്നു. ഒന്ന് അദ്ദേഹത്തിന് ചോറ് കൊണ്ട് കൊടുക്കുന്നതും, പിന്നെ ഒന്ന് അമ്മ തന്ന 200 രൂപയായിട്ട് ഡോക്ടർ. ഈ 2 സംഭവങ്ങളാണ് അദ്ദേഹത്തിന് മാറ്റം. തീർച്ചയായിട്ടും ഭാര്യയുടെ ഒരു ത്യാഗം അവിടെ നിൽക്കുന്നുണ്ട്, നമ്മളതിന് കുറച്ച് കാണാൻ പാടില്ല. പക്ഷേ ഈ 2 സംഭവങ്ങളായിരുന്നു പ്രധാനമായിട്ട് പറഞ്ഞത്. അപ്പോൾ വിഷ്ണുവിന് ആ സമയത്ത് ചോറ് കൊണ്ട് കൊടുക്കാൻ തോന്നിയത് അതൊരു അമ്മാവൻ എന്നുള്ള ഒരു അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനം കൊണ്ടാണോ അല്ല അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥയിലുള്ള ഒരു ദയനീയത കണ്ടിട്ട് എന്തായിരുന്നു ആ ഒരു അങ്ങനെ ചെയ്യാൻ ആ സമയത്ത് ചെയ്യാൻ തോന്നുന്നത്? കാരണം എല്ലാവരും അവഗണിച്ചിട്ട് അദ്ദേഹം ഇവിടെ വന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഉരുള ചോറ് കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ എന്തുകൊണ്ടായിരുന്നു വന്നത്? ആക്ച്വലി ആ സമയത്ത് 2-3 ദിവസമായി ഇവിടെ വന്ന് കിടക്കുന്നത്. ഇവിടെ ആ 3 ദിവസവും ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഭക്ഷണം അത് അറിയില്ല അങ്ങനെ ഇവിടെ കിടക്കായിരുന്നു 3 ദിവസമായിട്ട്. ഞാൻ ഇവിടുന്ന് കാണാറുണ്ട്. കാരണം ഞാൻ അമ്മയും അച്ഛനും വന്നിട്ടില്ലെങ്കിലും ഞാൻ ഇവിടുന്ന് കാണാറുണ്ട്.
അതിന് സഹായമായിട്ട് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്, വിജേഷ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ, ഈ ഒരു പ്രമേയം ഇതിവൃത്താക്കിയിട്ട് ഇങ്ങനെ ഒരു തിരക്കഥ ഉണ്ടാകുമ്പോൾ ഇത് ഒരു വലിയൊരു ഗെയിം ചേഞ്ചറായിട്ട് പോകുമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അത് എഴുതുന്ന സമയത്ത്. അല്ല, എനിക്ക് തോന്നുന്നു പിന്നെ ഒരുപക്ഷെ ഞാൻ മുരളിയേട്ടനെ പരിചയപ്പെട്ടിട്ട് മുരളിയേട്ടൻ്റെ ലൈഫ് പറഞ്ഞത് മനോഹരമായ സിനിമ പോലെയായിരുന്നു. അപ്പോൾ ആദ്യമേ ഇപ്പോൾ കാണുന്ന സിനിമയാണ് ആദ്യത്തെ പ്രേക്ഷകനെ പോലെ, അത് ആദ്യത്തെ കേൾവിക്കാരനായി ഞാൻ പറഞ്ഞു. എനിക്കൊന്നും അതിനുശേഷം എനിക്കോ അല്ലെങ്കിൽ പ്രജേഷിനോ ഷംസുവിനോ ആർക്കും ഇത്തിരി മനോഹരമായി വെള്ളത്തിനെക്കുറിച്ച് പറയാൻ പറ്റിയില്ല. നിങ്ങൾ കണ്ട 2 മണിക്കൂർ അധികമുള്ള ഈ സിനിമയേക്കാൾ ഭയങ്കര മനോഹരമായിരുന്നു മുരളിയേട്ടൻ പറഞ്ഞ ജീവിതം. ഇപ്പോഴുള്ള കുറ്റം വെച്ചാൽ അത്രയും നമുക്ക് പകർത്താൻ പറ്റുമോ എന്നാണ് നമ്മുടെ പ്രയാസം. അതുപോലെ ഇപ്പോൾ ഇവിടെ നമ്മളിന്ന് സംസാരിക്കുന്ന ഈ സ്ഥലം, ഈ മണ്ണിൽ നിൽക്കുമ്പോൾ വേറെത്തന്നെ ഫീലിങ്സ് നമുക്ക് അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ കിണറാണ് ഇത് ഇങ്ങനെ അല്ലേ, അതൊക്കെ വലിയൊരു ഭാഗ്യമല്ലേ? മണ്ണും വെള്ളവും തമ്മിലുള്ള അല്ലേ, ഇതിപ്പം കിണറും മുരളിയേട്ടനും തമ്മിലില്ല. അപ്പോൾ അത്ര മനോഹരമായ സിനിമ സംഭവിക്കാൻ ഭാഗമാകാൻ പറ്റിയെന്നാണ് ഏറ്റവും വലിയ വെച്ചാൽ ഏതെങ്കിലും ഒരു സിനിമ ചെയ്യുന്നതിനേക്കാൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുടെ ഭാഗമാകുക എന്നാണ് ഏറ്റവും വലിയ സന്തോഷം. അത് വെള്ളം പ്രജേഷ് മുഖേന, പ്രജേഷാണ് ഇതിൻ്റെ തിരക്കഥാകൃത്ത്, ഞാനും ഷംസുദ്ദീനാണ് ഇതിൻ്റെ കോ റൈറ്റേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കാരണം മുരളിയുടെ മനോഹരമായിട്ടാണ് മുരളിയുടെ ലൈഫ് എന്നോട് പറഞ്ഞത്, ഒരു സിനിമ കാണുന്ന പോലെ. പലപ്പോഴും ഞാൻ എൻ്റെ കണ്ണെന്ന് അറിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ എനിക്കിങ്ങനെ രോമാഞ്ചം ഉണ്ടാകുമായിരുന്നു. നമ്മുടെ പകുതി ജോലി ആ വിവരണത്തിൽ തന്നെ തീർത്തിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മുരളിയേട്ടൻ പറഞ്ഞത്ര മനോഹരമായിട്ടുള്ള സിനിമ എന്നാണ്. കാരണം വെച്ചാൽ അതിനേക്കാൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, അങ്ങനെ 1-2 ചെറിയൊരു മുഹൂർത്തങ്ങൾ ഞാനിങ്ങനെ 1-2 സ്ഥലത്ത് പറഞ്ഞെങ്കിൽ പോലും പിന്നെ ഒറ്റൊന്നുകൂടി ഞാൻ പറയാം. കാരണം ചില ആൾക്കാരുടെ ലൈഫ്, ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ലൈഫിൽ സിനിമയിൽ തോന്നിക്കുന്ന ഒരു ഘട്ടം. മുരളിയേട്ടൻ്റെ ഒരു കഥ, അത് ഒരു പക്ഷേ ഈ തളിപ്പറമ്പിൽ തന്നെ ഒതുങ്ങിപ്പോകുമായിരുന്ന, സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഒരുപാട് മദ്യപാനികളിൽ ഒരാളായി മാത്രം അവശേഷിക്കായിരുന്നൊരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത വിജയം പിന്നീടുള്ള അതിനെ ഒരു സിനിമയാക്കിയിട്ട് അപർവാളികളിലേക്ക് കൊണ്ടുവന്നിട്ട് ലോകം മുഴുവൻ അതൊരു മാതൃക, ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന രീതിയിലേക്ക് അതിനൊരു ഇതിവൃത്തം, ഒരു പ്രമേയമാക്കിയിട്ട് മാറ്റാനുള്ളൊരു ചേതോവികാരം തരുന്നു. എങ്ങനെയാണ് തോന്നിയത്? നമ്മൾ സാധാരണ ഒരാളെ പരിചയപ്പെടുക അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കഥാന്തരീക്ഷം ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു സിനിമാറ്റിക് സ്വഭാവം ഉണ്ടാവണം, ഓട്ടോമാറ്റിക്കായി നിർബന്ധമാണ്. പലരിലും നമുക്കങ്ങനെ തോന്നുന്നില്ല. പല കഥകൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ ഭയങ്കര സുഖമായിരിക്കും. പക്ഷേ മുരളിയേട്ടനോട് നേരത്തെ പറഞ്ഞ മുരളിയുടെ ലൈഫ് കൊണ്ട് മനോഹരം സിനിമ പോലെ തന്നെയായിരുന്നു, ഒരു ശരിക്കും തിരക്കഥ പോലെ തന്നെയായിരുന്നു ഓരോ അതിൻ്റെ ഗ്രാഫൊക്കെ. അപ്പോൾ എനിക്ക് മുരളിയുടെ ലൈഫിൽ ഒരു സിനിമയുടെ ഘടന വളരുന്നുണ്ടെന്ന് മനസ്സിലായത് മുരളിയുടെ കൂടെ മുഖാംബി യാത്ര നടത്തി, മുരളിയുടെ സുഹൃത്തുക്കളോട്. അത് അപ്പോൾ നമ്മളവിടെ ഒരു റൂം, അവിടെ നാളെ മുഖാംബി തൊഴാൻ വേണ്ടി അവിടെ ഒരു ഏറ്റവും വില കൂടിയ ഒരു സ്റ്റാർ ഹോട്ടലവിടെ താമസിച്ചു, മുഖാംബിയിൽ. ഞാൻ മുരളിയോട് ചോദിച്ചു, മുരളിയുടെ ഒരു ദിവസത്തെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോകുന്നതിന് ഇത്രയും വലിയ റൂം ആവശ്യമുണ്ടോ ചോദിച്ചു. അപ്പോൾ മുരളിയൻ എന്നോട് പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പ് മുരളിയുടെ മദ്യപാനം നിർത്തിയ സമയത്ത് ഭാര്യയും ചെറിയ കുട്ടികളെയും കൂട്ടി വളരെ തുച്ഛമായ പൈസ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് പല റൂമുകൾ അന്വേഷിച്ചു. അപ്പോൾ റൂമിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ബസ്സിന് വരാൻ പൈസയില്ല. അപ്പോൾ മൂകാംബിക പോയിട്ട് തൊഴുത് വരുന്ന സമയത്ത് അപ്പോൾ ഏതൊരു ഹോട്ടലിൽ പോയി ചോദിച്ചു. അപ്പോൾ അവിടുത്തെ മുതലാളി രാവിലെ എത്തും, നിങ്ങൾ 2 കുട്ടികളുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ കൗണ്ടറിന്റെ സൈഡിൽ പേപ്പർ അടിച്ച് കിടന്നു, രാവിലെ മുതലാളി വരുന്നതിന് നമ്മൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ജീവനക്കാരൻ അവിടെ ഒരു സൗകര്യം കൊടുത്തു. രാവിലെ എഴുന്നേറ്റ് പോകണം, മുതലാളി വരുന്നതിന് മുമ്പിൽ പറഞ്ഞു. അങ്ങനെ ഇവർ 2 മക്കളും ഒരു ഭാര്യയും കൂടി അവിടെ പേപ്പർ വെച്ച് അവിടെ കിടന്നു തുടങ്ങി. ആ ഹോട്ടലിന്റെ 12ാം നിലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന പറഞ്ഞു. എനിക്കത് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഫീലായി. അപ്പോൾ ഇപ്പോഴും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ മുരളിയേട്ടൻ അവിടുത്തെ ആ ജീവനക്കാരന് എന്തെങ്കിലും പൈസ കൊടുക്കും, അയാളെ തോളത്ത് കൈയിട്ട് നമുക്കൊക്കെ പരിചയം, ഇയാളാണ് ആളെന്ന് പറഞ്ഞിട്ട് മുരളിയേട്ടൻ മറക്കുന്നില്ല അങ്ങനെ ഒന്നും. പല സ്ഥലത്തുള്ള ഇങ്ങനെ പലരും പിന്നെ മുരളിയേട്ടൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. കാരണം അന്ന് ഈ സിനിമയെ കാണിച്ച പോലെ അന്ന് അയാൾക്ക് അവിടുന്ന് കോഴിക്കോട് നിന്ന് ഭക്ഷണം മേടിച്ചു കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു തൊട്ടടുത്തുള്ള ഒരു KSRTC ജീവനക്കാരനായിരുന്നു. അയാൾ എല്ലാ ദിവസവും വീട്ടിൽ പോയിട്ട് ഡയറിയിൽ എഴുതി വെക്കുന്ന സ്വഭാവം ഉണ്ട് അയാൾക്ക്. അപ്പോൾ അന്ന് മുരളിയേട്ടന് ഭക്ഷണം മേടിച്ചെടുത്ത് മുരളിയേട്ടൻ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് അന്ന് അയാൾ ഡേറ്റ് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഒരു മദ്യപാനിയെ കണ്ടു. അപ്പോൾ അയാൾക്ക് വയറ് നിറച്ച് ഭക്ഷണം മേടിച്ചെടുത്തപ്പോൾ അയാൾ കണ്ണ് നിറയുന്ന കണ്ടു പറഞ്ഞു, ഡയറിയിൽ കുറിച്ച് വെച്ചു. അപ്പോൾ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം അയാൾ മുരളിയേട്ടനായിട്ട് ബന്ധപ്പെട്ടു, ആ ഡയറിയിൽ എഴുതിയ കോപ്പി മുരളിയേട്ടൻ അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്കങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ടെങ്കിൽ അപ്പോൾ എനിക്കൊന്ന് വന്നൊരു ഭാഗ്യം. കാരണം വെച്ചാൽ ഇന്ന് ലോകത്ത് എവിടെയും മലയാളികൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരാളുടെ ലൈഫ് ചർച്ച ചെയ്യുന്നതിലേക്ക് അങ്ങനെ കഥ കണ്ടെത്താൻ ശ്രമം എന്നിലും സംഭവിച്ചിട്ട് ഭയങ്കര സന്തോഷം. എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നില്ല. പല ആളുകളുടെ ജീവിത കഥകളും സിനിമയായിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് അകന്നു നിൽക്കുന്ന രീതിയിലാണ് മലയാളം ഒരു ഡ്രമാറ്റൈസ് ചെയ്തിട്ട് സിനിമ എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നൊരു വളരെ പച്ചയായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ ഒരു
അല്ല, മുരളിയുടെ പടം ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മുരളിയുടെ നെഗറ്റീവ് മുഴുവൻ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ നടന്നൊരു മനുഷ്യനാണ്. സിനിമ കാണിച്ചത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ സിനിമ നായക സങ്കല്പത്തിൽ സ്വന്തം മകളുടെ കഴുത്തിലെ മാല മോഷ്ടിക്കുന്ന ഒരു നായകനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നായകന്മാർ പറയും അതൊന്നും ചെയ്യില്ല, അതുകൊണ്ട് എൻ്റെ ആരെങ്കിലും വന്ന് പൊട്ടിച്ചോട്ടെ, ഞാനങ്ങനെ പൊട്ടിക്കുന്നില്ല. ജയസൂര്യ അത് ചെയ്തു. അതാണ് കാരണം മുരളിയുടെ ലൈഫിൽ പോലെ തന്നെയാണ് സിനിമയിൽ പകർത്തി വെച്ചത്. കാരണം ഒരു നായകൻ്റെ ഷേഡോ എല്ലാം അവിടെ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് ഒരു മനുഷ്യൻ്റെ എല്ലാ വശങ്ങളും ജീവിതമാണ്. അങ്ങനെയുള്ള മനുഷ്യൻ ലൈഫിലേക്ക് ഡെവലപ്പ് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് അവിടെ കൃത്യമായിട്ട് ചില അത്ഭുതങ്ങളും. എനിക്ക് തോന്നുന്ന ആ ഒരു കോസ്റ്റ്യൂം മുതലല്ലേ അദ്ദേഹത്തിൻ്റെ താടിയുടെ ആ ഷേപ്പ് ചെയ്യാത്ത താടി പോലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ആ താടി തന്നെ ഒരു മദ്യപാനിയുടെ ലുക്ക് നമ്മളിലേക്ക് അപ്പം തന്നെ നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട്. രസകരമായ അനുഭവമുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത ആളാണ് ജയസൂര്യ. ഇതുവരെ മദ്യപിച്ചിട്ടില്ല. കാരണം അയാൾ ഒരിക്കലും കോമാളിനെ പോലെ അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല പടത്തിൽ. നമ്മളൊരു തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്നൊരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജയസൂര്യ ആ ലുക്ക് തന്നെ ഒരു സൈഡിൽ പോയി ഇരിക്കുന്നുണ്ട്. ഷൂട്ടിന് വേണ്ടി നമ്മളെല്ലാവരും അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ജയസൂര്യ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ നാട്ടിലെ ഒരു മദ്യപാനി, കുറച്ച് വയസ്സുള്ള ആളാണ്. അയാൾ സെയിം ലുക്കിൽ ഒരാളെ കണ്ടപ്പോൾ അടുത്ത് പോയിരുന്നു അടിക്കുക വെച്ചു ജയസൂര്യോട്. ജയസൂര്യ ചെറുങ്ങനെ അടിക്കുന്നു പറഞ്ഞു. വാ എന്ന് പറഞ്ഞാൽ അയാൾ ജയസൂരിയുടെ കൈ പിടിച്ച് ബാത്റൂമിൽ കൂട്ടിക്കൊണ്ടേ ചരേന്ന് സാധനം എടുത്തിട്ട് ജയസൂര്യക്ക് ഗ്ലാസ് വെച്ചു കൊടുത്തു. അടിച്ചു പറഞ്ഞു. ജയസൂര്യ ഇങ്ങനെ കുടിക്കുന്നതിലൊക്കെ ഇങ്ങനെ മറിച്ചു കളഞ്ഞു. തിരിച്ചു വന്ന് ജയസൂര്യ അവിടെ തന്നെ ഇരുന്നു. ഷൂട്ടിൽ ജയസൂര്യനെ എല്ലാവരും കൂടി അടിക്കുന്ന ഒരു സീനാണ്. ഇയാൾ ഇടപെടുകയാണ്. എന്റെ കൂട്ടത്തിൽ ആരാടെ തല്ലാൻ ആരാന്ന് പറഞ്ഞിട്ട് ഇയാളോട് പ്രകടിപ്പിക്കട്ടെ. അപ്പൊ അയാൾക്ക് ജയസൂര്യ നടനറിയില്ല. അയാൾക്ക് കൂട്ടത്തിലുള്ളൊരു മദ്യപാനിയെന്ന് മാത്രമേ അറിയുള്ളൂ. അവിടെ വെച്ച് അയാൾക്ക് ഇപ്പോഴും അത് ജയസൂര്യാണെന്നോ അങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ ജയസൂര്യ ഭയങ്കര, കാരണം ഒരു റിസൾട്ട് ഉണ്ടാവുന്ന ഒരാൾ കഷ്ടപ്പെട്ട് എന്താ പറയുക അതിനുവേണ്ടി നമുക്ക് അത് ഷൂട്ടിംഗ് മുഴുവൻ അയാൾ അങ്ങനെയായിരുന്നു. കാരണം നമുക്ക് മതി വരുന്നവരെ അയാളുടെ സാധനങ്ങൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാവരും ഒന്ന് പ്രജേഷിൻ്റെ കോർഡിനേഷൻ എല്ലാവരും അതിലെല്ലാ ടെക്നീഷ്യൻസും. എന്തായാലും അതൊരു സമീപകാലത്തൊക്കെ ഇറങ്ങിയ നമ്മൾ കൊറോണയുടെ മറ്റ് വശങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സമീപകാലത്ത് ഇറങ്ങിയാൽ ഓരോ ആളും പ്രത്യേകിച്ച് എന്താ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അവരെ സമ്മതിക്കണം. കാരണം വെച്ചാൽ അവർക്ക് ആമസോൺ അങ്ങനെ വലിയൊരു പൈസ ഓഫർ ചെയ്തായിരുന്നു. അപ്പോൾ ഇവരത് തിയേറ്ററിൽ തന്നെ കാണും, കുടുംബങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് കാണും. അല്ലാണ്ട് ഒരു മൊബൈലിൽ കാണേണ്ട സിനിമ അല്ലാന്നില്ല ബോധമുള്ളതാണ് ഈ സിനിമ ഇറക്കിയത്. അതാണ് ഇപ്പം അല്ലേ നമ്മൾ കണ്ടില്ലേ. അത് തീർച്ചയായും ഒരു ഗൗരവമില്ലാതെ ആൾക്കാർ ഇങ്ങനെ അതൊരു കേവലം ഒരു സിനിമ എന്നുള്ളതിനപ്പുറം അത് എവിടെയൊക്കെയോ ആർക്കൊക്കെയോ അറിയപ്പെടാത്ത കുറേ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമായിട്ട് വന്നല്ലോ. ഒരു കൂട്ടത്തോടെ കാണുന്ന ഒരു എഫക്റ്റ് ഒരിക്കലും നമുക്കല്ലേ നമ്മൾ സ്വകാര്യമായി മാറുന്ന മൊബൈലിൽ കിട്ടൂല. കാരണം തിയേറ്ററിന് തേടേണ്ട ഒരു അനുഭവം തീർച്ചയായിട്ടും. പിന്നെ കുടുംബങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു മദ്യപാനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണെന്നുള്ളത് ആ സിനിമയിൽ കൂടി കമ്മ്യൂണിക്കേറ്റ്. പിന്നെ ഒരുപാട് നല്ല ഇഷ്ടം തരാം. ഉപദേശിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ സിദ്ദിഖ് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും സൈലന്റ്. സാധാരണ ഞങ്ങൾ തീർന്ന് പോവാറുണ്ട്, ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ പോവാറുണ്ട്. ഇതെല്ലാവരും സിദ്ദിഖ് പറയുമ്പോൾ എന്താ പറയുക എല്ലാവരും അത് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. നമുക്കിനി അദ്ദേഹത്തിന് കലാപരമായിട്ടുള്ള ചില കഴിവുകളും കൂടിയുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് യാദൃശ്ചികമായിരിക്കും. ഒരുപക്ഷെ ഒരു സിനിമയിലേക്ക് ഇതിവൃത്തായി വരുന്നു. അദ്ദേഹം ഒരു കലാകാരനാണ്. സിനിമയുടെ കടുത്താരാധന അറിയാം, മോഹൻലാലിൻ്റെ കടുത്താരാധനാണെന്നുള്ള അദ്ദേഹം. അത് മാത്രമല്ല വിശ്വമാഷ് പറയുന്നത് എന്നെയും മുരളിയേട്ടനെയും പഠിപ്പിച്ചൊരു അധ്യാപകം കൂടിയാണ്. അതെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരു അധ്യാപകനും കൂടിയാണല്ലോ. പക്ഷേ എനിക്കൊന്ന് മാഷ് അറിയപ്പെടുന്നത് കുറച്ചും കൂടി നന്നായിട്ടൊരു ഗായകൻ എന്നുള്ള രീതിയിലാണ്. മാഷ് സ്വന്തമായിട്ട് പാട്ട് പാടുകയും കമ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ മുരളിയേട്ടൻ നന്നായിട്ട് പാടും എന്ന് കേട്ടിട്ടുണ്ട്. നേരത്തെ ഈ ഗ്രൂപ്പായിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് എപ്പോഴും സ്ഥിരമായിട്ട് അദ്ദേഹം പാടാറുണ്ട്. ഇതിന്റെ രസം എന്താന്ന് പറഞ്ഞാലും മുൻപ് മുരളി വെള്ളമടിക്കുന്ന സമയത്ത് പാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പാടുക. അവിടെ പിന്നെ വേറെ ആരും പാട്ട് ശ്രദ്ധിക്കില്ല, കൂടിയുള്ളവർ ഇരിക്കുക പാടുക. അപ്പോൾ ഈ കാലങ്ങളും കഴിഞ്ഞൊരു 2017 ഞാൻ മുരളീനെ വീണ്ടും കാണുന്നത്. അപ്പം അങ്ങനെ വന്ന് നമ്മുടെ ചന്ദ്രേട്ടൻ്റെ മുരളീൻ്റെ കസിൻ്റെ മകളെ കല്യാണത്തിന് പിന്നെ അന്ന് അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ചെയ്തു. അപ്പോൾ നമ്മൾ പിന്നെ ഒരു കുറച്ചുകൂടി കൂടുതൽ കണക്ഷനായി വന്നപ്പം പിന്നെ ഒന്ന് ചിരിക്കുക, പാടുക. അപ്പോൾ ആ സമയത്ത് മുരളിക്ക് പാടാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കരോക്കെ ട്രാക്കിൽ മുരളി ഹിന്ദി പാട്ട് പാടുന്നതാണ്. മുരളി പാടും എന്നറിയുന്ന ഞാൻ പിന്നെ കാണുന്ന ഇതുപോലുള്ള പാട്ട് പാടുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിഹേഴ്സലായിരുന്നു ഈ ഒരു വർഷം മുഴുവനായിട്ട്, അല്ലേ വിജയ്? ശരിക്കും അപ്പം അങ്ങനെ പാടി ഓരോ പാട്ടും പാടി മലയാളമായാലും അവന് ഇഷ്ടപ്പെടുന്ന പാട്ട് സെലക്ട് ചെയ്യുക. അത് ഞങ്ങളെല്ലാവരും പാടുമ്പോൾ ഇനി അടുത്ത ഞാൻ പാടാം എന്ന് പറഞ്ഞിട്ട് പാടുക. അങ്ങനെ പാടി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടു. ഈ അവസ്ഥയിലേക്ക് ഈ 3 വർഷം കൊണ്ട് പാട്ടിൽ ഒരുപാട് പണ്ട് ഇഷ്ടമുള്ള, അതായത് ഒരു മീൻസ് അങ്ങനെ കറക്ഷൻ വേണ്ട, പുള്ളി തന്നെ അതിലുള്ള ഡ്രോബാക്സ് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ അവിടെ ഇങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെ ചെയ്യാം പറയുമ്പോൾ കൃത്യമായി ടാലന്റഡ് മ്യൂസീഷ്യൻ തന്നെ അങ്ങനെ പറയാം. കാരണം അത്രയും നന്നായി തന്നെ പാടുന്നുണ്ട്. അപ്പോൾ ഓരോ പാട്ട് ചില സെലക്റ്റീവ് ആയിട്ടുള്ള പാട്ട് പാടി അത് വളരെ ഭംഗിയായിട്ട്
പുള്ളി നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോഴും പാടും, എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പാടും, ആരുടെ മുന്നൊന്നും പാടും. അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ ഒന്നുമില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഓപ്പൺ സ്റ്റേജിൽ പാടുക എന്നുള്ളത് ഒരു കുറച്ചൊരു, എന്നിട്ടും അന്ന് ചന്ദ്രേട്ടൻ്റെ അല്ലേ, അന്ന് മറ്റേ ഇവിടെ ഇളയപ്പൻ്റെ മോൻ്റെ കല്യാണത്തിനും പുള്ളി സ്റ്റേജിൽ പാടി. അപ്പോൾ ഒരു സപ്പോർട്ടീവായിട്ട് ഒരാളുണ്ടെങ്കിൽ പുള്ളി റെഡി. മാഷുണ്ടെങ്കിൽ ഞാൻ പാടാം, പറഞ്ഞിട്ട് ആ രീതിയിൽ നിന്നിട്ട്. അന്ന് അദ്ദേഹത്തിന് മദ്യമായിരുന്നു അദ്ദേഹത്തിനെ പാട്ട് പാടാൻ പ്രചോദിപ്പിക്കുന്ന ഒരു സാധനം. ഇന്ന് അതാവശ്യമില്ല. ഇന്ന് എല്ലാവരും പാടും. മീൻസ് നമ്മളാ ഗ്രൂപ്പിലുള്ള ഒരു വകയുള്ള ആൾക്കാരിലും പാട്ട് പാടുന്ന, പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ 4 വരി ആരും പാടാത്തവരില്ല എന്ന് പറയാം. അപ്പോൾ മുരളിക്ക് അതൊരു നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ പാടുക, അപ്പോൾ ആ പാട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ മുരളിക്ക് ഉണ്ടാകുന്നൊരു ഇമ്പ്രഷൻ. പിന്നെ അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് വന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, പഴയ ചില പാട്ടുകൾ, ശ്യാമസുന്ദര പുഷ്പമേ, പിന്നെ വീണ പൂവേ, പിന്നെ മറന്നുപോ പൂമകളെ, ഇതെല്ലാം ഭയങ്കരമായി നന്നായിട്ട് പാടും. പിന്നെ മുസാഫിർ ഹോ യാറോ, പിന്നെ ജീത്താ ഹൂം ജിസ്കേ ലിയേ, അങ്ങനെയുള്ള കുറേ പാട്ടുകൾ, പഴയ പാട്ടെല്ലാം പുള്ളിക്ക് മലയാളം, ഹിന്ദി, തമിഴ് എല്ലാ പാട്ടും കണ്ണേ കലൈമാനെ സുർമയാക്കിയുമായി 2 മിക്സ് ചെയ്തിട്ട് പാടും. ഭയങ്കര രസമുള്ള നമ്മുടെ ഈ സൗഹൃദ ഭാഷണൊക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നമ്മളെന്തായാലും മാഷും അദ്ദേഹവും ചേർന്നിട്ടുള്ളൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കേൾക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, പാടാം. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞുപോയി, പാട്ടും മുറിഞ്ഞുപോയി, ഞാനും ശൂന്യമായി. ആകാശമായവളെ, അകലെ പറന്നവളെ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇൻ്റർവ്യൂവിനും പറഞ്ഞ് പിന്നെ വിളിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പോകാൻ പറ്റുന്നില്ല, ചില ആൾക്കാർ പോകാൻ പറ്റുന്നില്ല. കാരണം അവർ വിളിക്കുന്നത് ഒന്നുമില്ല, അവർ വിളിക്കുന്നതിൻ്റെ ആ ചാനലുകാർ വിളിക്കുന്ന അവരുടെ ഉദ്ദേശം എന്താണ്, ഇതിനെക്കൊണ്ട് ഏതെങ്കിലും ഒരു മദ്യപാനി ഇത് രക്ഷപ്പെടട്ടെ, അതുകൊണ്ടാണ് നിങ്ങളെ പോലെ വിളിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ എന്നെ കൊണ്ടാകുമ്പോൾ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഇതിന് ചിലപ്പോൾ എല്ലാവരും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്, അത് ഞാൻ നോക്കാറില്ല. പക്ഷെ നമുക്ക് ഒറ്റ ഉദ്ദേശമല്ലോ, ഇത് കണ്ടിട്ട് നമ്മളെപ്പോലെ കുടിയന്മാർ മദ്യപാനം മാറിക്കണം, ആ ഒറ്റ ഉദ്ദേശം മാത്രമേ.